ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെന്താണെന്നൊന്നും ഞാൻ പറയില്ല, കാരണം എനിക്ക് അതിൻ്റെ പേര് കറക്റ്റ് അറിഞ്ഞൂടാ. എന്തായാലും അമ്മൂമ്മ പറഞ്ഞുതരും. സോ ലെറ്റ്സ് ഗോ. നമ്മൾ നടന്ന് കിച്ചണിലേക്ക് പോകും. ആ സൗണ്ട് കേൾക്കുന്നത് ലൂസിഫറിൻ്റെ സിനിമ അച്ഛൻ കണ്ടോണ്ടിരിക്കണേ. കണ്ടോ ഗൈസ്? എൻ്റെ അനി എവിടെ ഇരിക്കുന്നുണ്ട്? എന്താ പറഞ്ഞോ? കൊള്ളാലോ. അവനെ പറത്തി വിട്ട് കിട്ടോ ഗൈസ് ഗെയിംസിൽ. അപ്പോൾ അവൻ കളിക്കട്ടെ. നമ്മൾ കിച്ചണിനകത്തേക്ക് ഇങ്ങനെ കയറി വരുമ്പം ഇവിടെ ഒരു പാത്രം. ഇത് ഞാൻ ചെയ്തതാണ് ഗൈസ്. ഇതെന്താന്ന് വെച്ചാൽ ഇല ഗൈസ്. ഇതാണ് വയണയില. വയണയില നമ്മൾ 2 to 3 times കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇതിന് നമുക്ക് മാറ്റി വെച്ചേക്കാം തൽക്കാലം. പക്ഷേ ഇവിടെ ഒരു സൈഡിൽ എൻ്റെ അമ്മ പുട്ടുണ്ടാക്കുന്നുണ്ട്. നല്ല പുട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ശർക്കര മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഉരുക്കി എടുത്തതിന് ശേഷം അതിലേക്ക് അരിമാവ് ചേർത്ത് മിക്സ് ചെയ്യണം. തേങ്ങയും ചേർക്കണം. ഇനി അടുത്ത് ഇതിൽ ഏലക്കയും തേങ്ങയും ചേർക്കണം. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഗൈസ്. ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യണം. ഇത് കുറേ പേർക്കുള്ളതാണ് ഇത്രയും ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ കുറച്ചുണ്ടാക്കി. നമ്മളിന്ന് ഇവിടെ കഴിക്കുമ്പോൾ ഉച്ചത്തുള്ള ഫുഡ് പുട്ട്, നല്ല ചിക്കൻ കറി. ഇന്നലത്തെ ചിക്കൻ കറിയാണ് ഗൈസ്. അമ്മമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഗൈസ്. നോക്കി നോക്കും നിങ്ങൾ ഗൈസ്. അമ്മമ്മ എൻ്റെ വായിൽ വെച്ച് തന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഉഗ്രൻ. നിങ്ങൾക്കും വേണോ? ഇപ്പം തരാം. ഇതാ പിടിച്ചോ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. പോട്ടെ സാരില്ല കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലിത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് ഇടണം കേട്ടോ. തേങ്ങ വീണ്ടും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ല ടേസ്റ്റ് കിട്ടും. അമ്മമ്മ കഷ്ടപ്പെടുന്നുണ്ട് കൈയിട്ട്. അമ്മമ്മ അടുത്ത് കൈയിട്ടാണ് നമ്മളിത് നന്നായിട്ട് കിണ്ടി എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം ഗൈസ്. എൻ്റെ അനിയൻ കൂട്ടം വന്നിട്ടുണ്ട്. പുട്ടല്ല മക്കളെ, ഇതാണ് കഴിക്കാനുള്ളത്. ഇതാണ് നല്ല ടേസ്റ്റ്. ഇതാവൻ കഴിച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ കറി. എൻ്റെ അനിയൻ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത്. ഫേസ് കാണിക്കാൻ പറ്റാത്ത നമ്മളെ തെറ്റായിപ്പോയല്ലേ ഈശ്വര. അച്ഛമ്മ എന്നെ ഇടിക്കുന്നു. അച്ഛമ്മയുടെ കൈ. അച്ഛമ്മ നല്ല മിക്സ് ചെയ്യുന്നുണ്ട്. അതായത് മിക്സ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്യട്ടെ ഗൈസ്. അപ്പം ബാക്കി ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം ഗൈസ്. കണ്ടോ ഇവിടെ അമ്മൂമ്മ ഉണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അപ്പം അമ്മ ഉണ്ടാക്കട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. അനിയും കൂട്ടാവാ. ഊഞ്ഞാലാടാ. അനിയും കൂട്ടാവാ. ഊഞ്ഞാലാടാ. അനിയും കൂട്ടാ. അമ്മൂമ്മ നന്നായിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഊഞ്ഞാലടിയിട്ട് വരാം. നമ്മൾ കുറച്ചിനും ഫണ്ണാക്കിക്കോട്ടെ. കേൾക്കോ മക്കളെ? നമ്മളിനി ഊഞ്ഞാലിടും. കുറേ പേരൊക്കെ കാണും, പക്ഷെ ആരും കമൻറ്റ് ഇടില്ല ഗൈസ്. എന്താ ഗൈസ് കമൻറ്റ് ഇടാത്ത? നിങ്ങൾ കമൻറ്റ് ഇടണം. നിങ്ങൾ കമൻറ്റ് ഇട്ടാലേ നമുക്കതിൻ്റെ ഒരു ഫീലുള്ളൂ ഗൈസ്. ഇതാ എൻ്റെ അനിയൻ കുട്ടനാണ് ആട്ടുന്നത്. ആടുന്നുണ്ട് ഗൈസ്. ആടുന്നുണ്ടോ? ഫേസ് കാണിച്ചാൽ പറ്റില്ല. അപ്പോൾ ആടി കഴിഞ്ഞ് നമുക്കിനി എന്തായാലും അവിടെ ചെന്ന് ചിരിച്ചു നോക്കാം. ഗൈസ് അമ്മമ്മ ഇതാ ഈ സാധനം പറിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമുക്കിത് ലേശം വേണം. ഇതെന്താ ചെയ്യണ്ട അമ്മമ്മ? സൗണ്ട് കൂടി പറ. ഇതിനെ കൊരുത്തെടുക്കാൻ വേണ്ടിയാണ്. ഫുള്ളായിട്ട് അറിയോ? ഇല കോർക്കാനാണെന്നാണ് അമ്മൂമ്മ പറയുന്നത്. 2-3 എടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ച് വീട്ടിൽ കയറാം പൈസ. അമ്മൂമ്മ ഇപ്പോൾ എത്തിക്കേ വരക്കട്ടെ. ഇത് കോർത്തെടുക്കാനെന്നാണ് അമ്മൂമ്മ പറയുന്നത്. സോ നമുക്ക് വീട്ടിനകത്ത് കയറി അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് നോക്കി പഠിച്ചിട്ട് വരാം ഗൈസ്. ഉച്ചത്തെ ഫുഡാണ്. അപ്പയ്ക്ക് എടുത്തതാണ് ഫുഡ് ഇപ്പം ഗൈസ്. അപ്പോൾ ഇതാ അമ്മൂമ്മ ഇതിനെ കത്തി കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കോർത്ത് ഇതിനെ ഇങ്ങനെ ഈർക്കിലാക്കി എടുക്കണം ഗൈസ്. 3-4 ഈർക്കിൽ ഇങ്ങനെ എടുക്കണം, ശേഖരിക്കണം. അപ്പോൾ അത് നടക്കട്ടെ.
അത് ഇവിടെ നടക്കുന്ന കാണാം പ്രൊസീജിയർ ഗൈസ്. അപ്പം നമുക്ക് ഈ ഇലയൊക്കെ തുറന്ന് ചെയ്യുന്നു. ഈർക്കിലിങ്ങനെ ഇരിക്കും. ഇനി ഈ സാധനം ഉണ്ടല്ലോ, ഈ നമ്മൾ നേരത്തെ ചെയ്ത മിക്സ്, അതിനെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അമ്മുമ്മ കാണിച്ചു തരും. ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ബിരിയാണിയാണ് ഗൈസ്. ആവി പറക്കുന്നു ബിരിയാണി. കൊച്ചു കള്ളം എന്താ ഇവിടെ കൊതി നോക്കിക്കൊണ്ടിരിക്കണ ഒരുത്തൻ. ബിരിയാണി കള്ളാൻ ഗൈസ്. നമ്മൾ ഉണ്ടാക്കിയതിൽ വെള്ളം കുറഞ്ഞു പോവുകയാണെങ്കിൽ ലേശം വെള്ളം ചൂടാക്കി ഇതിൽ മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര തിക്കായി പോവുകയാണെങ്കിൽ, മനസ്സിലായോ? ഇപ്പം നമ്മളെടുത്ത കൺസിസ്റ്റൻസി ശരിയായിട്ടില്ല. അപ്പം നമ്മൾ ലേശം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ അമ്മമാരുടെ അടുത്തൊക്കെ ഇതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞുതരും. കൊച്ചു പിള്ളേർ ഇത് ഒരിക്കലും ട്രൈ ചെയ്യരുത്. കിച്ചണിൽ പോലും കയറല്, കൈ പൊള്ളിയിട്ട് തന്നെ പറയല്. ഈ കൺസിസ്റ്റൻസി ലേശം കൂടിപ്പോയി, ഭയങ്കര കട്ടിയായി. ഇപ്പം നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും കട്ടി എത്ര ഉണ്ടെന്ന്. സോ കട്ടി കൂടിപ്പോയതുകൊണ്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ചൂടുവെള്ളം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ കുഴച്ച് ഒഴിച്ചെടുക്കണം. കൺസിസ്റ്റൻസി ശരിയാവാത്തതുകൊണ്ട് അപ്പം ഈർക്കിൽ, തേങ്ങ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയായിരുന്നു? ശർക്കര മെഴുകി നന്നായിട്ട് മെൽറ്റ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് മെൽറ്റ് ചെയ്യാൻ. പ്രത്യേകം പറയണം, മീഡിയത്തിൽ വെച്ചേ മെൽറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെയിം ചെയ്യല്, മീഡിയം. ഇതാ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം. അതിലൂടെ ശർക്കര ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശർക്കര ഇട്ട് മെൽറ്റ് ചെയ്യാം. എന്നിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് അതിനെ മെൽറ്റ് ചെയ്ത് ഇങ്ങനെ സ്പൂൺ വെച്ച് കറക്കണം. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി മെൽറ്റ് ചെയ്യണം. എന്നിട്ട് അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ലേശം മൈദ അല്ലല്ലോ, എന്തായാലും നമുക്ക് അതൊക്കെ വീഡിയോൻ്റെ പ്രീവിയസ് വീഡിയോസിലുണ്ട്. ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പരിപാടി എല്ലാം ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ്.